എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് അംജു എന്ന ചാനലിലേക്ക് സ്വാഗതം. +2 സോഷ്യോളജി ചാപ്റ്റർ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഡെമോഗ്രഫി എന്ന്. ഡെമോഗ്രഫി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാശാസ്ത്രം എന്താണ്? ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം, അതാണ് ഡെമോഗ്രഫി. The term demography is derived from two Greek words, demos, people, and graphein, describe, meaning the description of people. ഇപ്പോൾ ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു വാക്ക് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ എന്നർത്ഥമുള്ള ഡിമോസ് എന്ന പദവും അതുപോലെ തന്നെ വിവരിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നർത്ഥം വരുന്ന ഗ്രഫീൻ എന്ന പദവും ചേർന്നാണ് ഡെമോഗ്രഫി എന്ന വാക്ക് ഉണ്ടായത്. ഡെമോഗ്രഫി സ്റ്റഡീസ് ദ ട്രെൻഡ്സ് ആൻഡ് പ്രോസസ്സസ് അസോസിയേറ്റഡ് വിത്ത് പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ് ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ സൈസ്, പാറ്റേൺസ് ഓഫ് ബർത്ത്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ, ആൻഡ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ such as the relative proportions of women, men and different age groups. ജനസംഖ്യാ വലിപ്പത്തിലെ മാറ്റങ്ങൾ, ജനനം, അതുപോലെ മരണം, കുടിയേറ്റം, സ്ത്രീ പുരുഷ അനുപാതം, പ്രായഘടന തുടങ്ങി ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും പ്രവണതകളും അവയെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ഡെമോഗ്രഫി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യയെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പഠനത്തെ എന്താണ് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഡെമോഗ്രഫി. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓർ ടൈപ്പ് ഓഫ് ഡെമോഗ്രഫി. ഡെമോഗ്രഫിയുടെ ബ്രാഞ്ചുകൾ അല്ലെന്നുണ്ടെങ്കിൽ ടൈപ്പ്. പ്രധാനമായിട്ടും 2 തരങ്ങളാണുള്ളത് ഡെമോഗ്രഫി: ഫോർമൽ ഡെമോഗ്രഫി ആൻഡ് സോഷ്യൽ ഡെമോഗ്രഫി. ഫോർമൽ ഡെമോഗ്രഫി ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നു. സോഷ്യൽ ഡെമോഗ്രഫി എന്താണ്? സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം. അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നോക്കാൻ. ഫോർമൽ ഡെമോഗ്രഫി ഈസ് ദ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ദാറ്റ് ഈസ് ബർത്ത്, divorce, number of males, number of females, etc. ഇപ്പോൾ ഫോർമൽ ഡെമോഗ്രഫി ഇത് അളവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഡെമോഗ്രഫിയാണ്. അതായത് ജനനം, മരണം, കുടിയേറ്റം, വിവാഹം തുടങ്ങിയവയുടെയൊക്കെ ഗണിതശാസ്ത്രപരമായ പഠനം. എത്ര മെയിൽസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫീമെയിൽസ് ഉണ്ട് തുടങ്ങിയവയെല്ലാം നോക്കുന്നതാണ് ഫോർമൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫി എന്താണ്? സോഷ്യൽ ഡെമോഗ്രഫി ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെമോഗ്രഫിക് ഫിനോമിന ആൻഡ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഫിനോമിന. സോഷ്യൽ ഡെമോഗ്രഫി ജനസംഖ്യയുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ തലങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. അവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അടുത്ത ചോദ്യം, the subject which studies things about birth, death, migration, marriage, divorce, etc. is called dash. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഫോർമൽ ഡെമോഗ്രഫി. ജനനം, മരണം, കുടിയേറ്റം, ഡിവോഴ്സ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഫോർമൽ ഡെമോഗ്രഫി. അടുത്ത ചോദ്യം, who wrote an essay on the principle of population? An Essays on the Principle of Population എന്ന് പറയുന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ആര്? റോബർട്ട് തോമസ് മാത്യൂസ്. അടുത്ത ചോദ്യം, അടുത്തതായിട്ട് മാൽത്തൂസിയൻ തിയറിയെ കുറിച്ചിട്ടൊന്ന് നോക്കാം. അതിനുശേഷം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മാൽത്തൂസിയൻ തിയറി. തോമസ് റോബർട്ട് മാത്യൂസ്, an English political economist, proposed this theory. He propounded this theory in his book Essays on Population in 1798. His theory is pessimistic. അപ്പോൾ ഇദ്ദേഹത്തിന്റെ തിയറി ഒരു പെസിമിസ്റ്റിക് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. റോബർട്ട്
മാൽത്തൂസ് ഒരു ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള, ഇംഗ്ലീഷ് രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള റോബർട്ട് മാത്യൂസിന്റെ എസേസ് ഓൺ പോപ്പുലേഷൻ എന്ന പുസ്തകത്തിലാണ് ഇതേക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്, മാത്യൂസിയൻ തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1798 He stated that human population is growing much faster than the economic growth. അപ്പം മനുഷ്യന്റെ ഉപജീവന മാർഗങ്ങൾ, ഭക്ഷണം, വസ്ത്രം, കാർഷിക വിഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള ഉപജീവന മാർഗങ്ങളെക്കാൾ വളരെ ഉയർന്ന നിരക്കിലാണ് ജനസംഖ്യയുടെ വളർച്ച. അതാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇറ്റ് റിസൾട്ട്സ് ഇൻ പോവർട്ടി. ജനസംഖ്യ വർദ്ധിക്കുന്നത് അനുസരിച്ച് ഭക്ഷ്യോൽപാദനം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. He stated that population rises in geometric progression 2, 4, 8, 16, 32. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ജോമിതീയ പ്രോഗ്രഷനിലൂടെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്. എന്നാൽ whereas agricultural production rises in arithmetic progression, that is 2, 4, 6, 8, 10. അപ്പോൾ കർഷക ഉൽപാദന വർധനവ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അത് പോകുന്നത് 2, 4, 6, 8, 10 അങ്ങനത്തെ ആ ഒരു റേഷ്യോയിലാണ് അത് പോകുന്നത്. This results in overpopulation. So he came up with 2 solutions. ഇത് ജനസംഖ്യാ വർധനവിന് കാരണമാകുന്നു. അപ്പോൾ ജനസംഖ്യാ വർധനവ് നിയന്ത്രിക്കുന്നതിന് അദ്ദേഹം 2 സൊല്യൂഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 തരം മാർഗങ്ങളാണ് മാൽത്തൂസ് നിർദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തതാണ് പോസിറ്റീവ് ചെക്കും, രണ്ടാമത്തതെന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ചെക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവ് ചെക്ക് എന്താണ്, പ്രിവെൻറ്റീവ് ചെക്ക് എന്താണ്? നമുക്ക് ആദ്യം പോസിറ്റീവ് ചെക്ക് എന്തെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ നേച്ചേഴ്സ് വേ ഓഫ് കൺട്രോളിങ് ദി പോപ്പുലേഷൻ. പോസിറ്റീവ് ചെക്ക് ഇസ് ദ നേച്ചേഴ്സ് വേ ഓഫ് കൺട്രോളിങ് ദി പോപ്പുലേഷൻ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഫാമിൻ പറയുന്നുണ്ട്, വാർ പറയുന്നുണ്ട്, ഡിസീസസ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, ഡ്രൗട്ട്, എർത്ത്ക്വേക്ക് എക്സെട്ര. പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ് ഇവയെല്ലാം. അടുത്തതായിട്ട് പറയുന്നത് പ്രിവെന്റീവ് ചെക്കാണ്. പ്രിവെന്റീവ് ചെക്ക്, ഹ്യൂമൻ ബീയിങ്സ് ആർ ടേക്കിംഗ് initiatives to control the population through late marriage, practicing celibacy, etc. നമ്മൾ പോസിറ്റീവ് ചെക്ക് നോക്കുമ്പോഴത്തേക്കും പോസിറ്റീവ് ചെക്കിൽ പറയുന്നത് യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധികൾ തുടങ്ങിയവയിലൂടെ പ്രകൃതി തന്നെ ജനസംഖ്യാ വളർച്ചയെ നിയന്ത്രിക്കുന്നതാണ് പോസിറ്റീവ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് സ്വാഭാവിക നിയന്ത്രണം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2ാം ലോകമഹായുദ്ധത്തിലൊക്കെ 60 ദശലക്ഷത്തിലധികം ജനങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവ് ചെക്കിൽ വരുന്നതാണ്. പ്രിവെന്റീവ് ചെക്ക് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് അതിന് ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത്. ദാറ്റ് ഈസ് വിവാഹം വൈകിപ്പിച്ചു കൊണ്ടിട്ടോ അല്ലെങ്കിൽ തീരെ വിവാഹം കഴിക്കാതെയോ സെലിബസി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ടോ ഒക്കെ ജനസംഖ്യ വളർച്ചയെ തടയുന്ന രീതിയാണ് പ്രിവെന്റീവ് ചെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിവെന്റീവ് ചെക്ക് നിവാരണ നിയന്ത്രണം എന്നറിയപ്പെടുന്നു. Unfortunately, the power of mankind to limit the population growth by moral control is very limited. Therefore, Malthus believed that only natural control will help in limiting population growth. അപ്പോൾ ഈ ഒരു മാർഗം വഴി, അതായത് ഈ ഒരു പ്രിവെന്റീവ് ചെക്ക് മാർഗം വഴി ഒരു തുച്ഛമായിട്ടുള്ള ജനസംഖ്യയെ മാത്രമേ നിയന്ത്രിക്കാനാകൂ എന്നും കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രിവെന്റീവ് ചെക്കുകൾ ഉപയോഗിച്ച് ഒരു തുച്ഛമായ ജനസംഖ്യ മാത്രമേ നിയന്ത്രിക്കാനാകൂ എന്നതുകൊണ്ട് തന്നെ മാൽത്തൂസ് പോസിറ്റീവ് ചെക്ക് അഥവാ സ്വാഭാവിക നിയന്ത്രണത്തിൽ വിശ്വസിച്ചിരുന്നു. അതായത് നാച്ചുറൽ കൺട്രോൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതിത്രയാണ് പ്രിവെന്റീവ് ചെക്ക് ആൻഡ് പോസിറ്റീവ് ചെക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് സെൻസസ് ഇൻ ദ വേൾഡ് ഈസ് ദി അമേരിക്കൻ സെൻസസ് ഇൻ ദി ഇയർ ഓഫ്
അപ്പം ആദ്യത്തെ സെൻസസ് നടന്നിട്ടുള്ളത് അമേരിക്കൻ സെൻസസ് ആണ്. അത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം 1790. അടുത്ത ചോദ്യം, ഹൂ ഈസ് ദ സോഷ്യൽ സയൻറ്റിസ്റ്റ് who found that there is personal reasons as well as societal reasons behind every suicide? ആത്മഹത്യയ്ക്ക് കാരണം വ്യക്തിപരവും അതുപോലെ സാമൂഹ്യപരവുമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആരാണ്? ഇതിൻ്റെ ഉത്തരം എമൈൽ ഡർഖൈമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഇസ് റിലേറ്റഡ് ടു ദ പീപ്പിൾ ഓഫ് ഡാഷ്. ഉത്തരം വർക്കിംഗ് ഏജ്. അതുപോലെ മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് തൊഴിൽ ചെയ്യുന്ന പ്രായക്കാരുടെ എണ്ണത്തെയാണ്. വർക്കിംഗ് ഏജ്, പീപ്പിൾ ഓഫ് വർക്കിംഗ് ഏജ്. ഇപ്പോൾ തൊഴിൽ ചെയ്യുന്ന പ്രായക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദി 2011 സെൻസസ് ദ ജെൻഡർ റേഷ്യോ ഇൻ ഇന്ത്യ ഈസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ലിംഗാനുപാതം എത്രയാണ്? 940. ഇപ്പോൾ 2011 അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ടുള്ളത്. അടുത്തതിന് 10 വർഷം കഴിഞ്ഞിട്ട്, അതായത് 2021 അടുത്ത സെൻസസ് നടക്കുന്നത്. സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ദ ന്യൂ പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്? പുതിയ ജനസംഖ്യാ നയം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഫെബ്രുവരി 1, 2000 ന്യൂ പോപ്പുലേഷൻ പോളിസി ഓഫ് ഇന്ത്യ വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് ലിറ്ററസി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത പാർട്ട് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക.